IAS കിട്ടിയിട്ടും പിന്നെന്താ IPS എടുത്തേ? അച്ഛൻ പോലീസിലായിരുന്നു. അതുകൊണ്ട് ചെറുപ്പം മുതലേ കാക്കി എനിക്ക് ഇഷ്ടമാണ്. So you are Meera Mohandas. Yes, sir. You are joining today. If you allow me, sir. Welcome to Special Investigation Unit. Thank you, sir. IAS കിട്ടിയിട്ടും പിന്നെന്താ IPS എടുത്തേ? അച്ഛൻ പോലീസിലായിരുന്നു. അതുകൊണ്ട് ചെറുപ്പം മുതലേ കാക്കി എനിക്ക് ഇഷ്ടമാണ്. അറിയാലോ, ഇതൊരു സ്പെഷ്യലൈസ്ഡ് യൂണിറ്റ്. സർ, തെളിയിക്കാൻ ബുദ്ധിമുട്ടുള്ള കേസുകൾ മാത്രമാണ് നമ്മളിവിടെ അന്വേഷിക്കുന്നത്. ഇവിടെ ജോയിൻ ചെയ്യാൻ സാധാരണ ആരും താല്പര്യം കാണിക്കാറില്ല. പക്ഷെ മീര ഈ പോസ്റ്റിംഗ് ചോദിച്ചു വാങ്ങി. എന്താ കാരണം? എനിക്കൊരു നല്ല ഇൻവെസ്റ്റിഗേറ്റർ ആകാനാണ് താല്പര്യം. ട്രെയിനിങ്ങിന് സർ ബെസ്റ്റാന്ന് കേട്ടിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ സിനിമയിൽ കാണുന്ന പോലെ വൺ മാൻ ഷോ അല്ല, മറിച്ച് ടീം വർക്കാണ്. ആൻഡ് ടീം ഇസ് ഫാമിലി. നമ്മളെപ്പോഴും ഒറ്റക്കെട്ടായിരിക്കണം. ഗോട്ട് ഇറ്റ്, സർ. മീര കല്യാണം കഴിച്ചാണോ? ഇല്ല. ഗുഡ്. കം ഓൺ, ലെറ്റ്സ് മീറ്റ് അവർ ടീം. ഓക്കെ, സർ. അത് വെച്ച് വേണം അയാളെ ഇനി ഇൻട്രോഗേറ്റ് ചെയ്യാൻ. പക്ഷെ അതിനു മുമ്പ് അയാളുടെ സർ. ഇത് മീര മോഹൻദാസ്, ASP. ഹലോ. ഇന്ന് ജോയിൻ ചെയ്തു ഫോർ ട്രെയിനിങ്. മീര, ഇത് DYSP രാമമൂർത്തി, ചീഫ് ഇൻവെസ്റ്റിഗേറ്റർ. ഹലോ. ഇത് SI അനന്തകൃഷ്ണൻ, സർ. ഫോറൻസിക് ഓഫീസർ അഭിരാമി. സർ. ബാക്കിയുള്ളവരൊക്കെ ഫീൽഡിലാണ്. ഓക്കെ. സർ, ഒരു മിനിറ്റ്. ആലുവ മർഡർ കേസിന്റെ കാര്യമാണ്. ഞങ്ങൾ ബുള്ളറ്റ് മാർക്സ് കമ്പയർ ചെയ്തു. ഇതാണ് ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റിലെ റൈഫിൾ മാർക്സ്. ഇത് പ്രതിയുടെ തോക്കിലെ റൈഫിൾ മാർക്സ്. രണ്ടും പെർഫെക്റ്റ് മാച്ചാണ് സർ. ഗുഡ്. അറസ്റ്റ്. സർ. തോക്കിന്റെ കുഴലിനുള്ളിൽ പ്രത്യേകതരം പൊഴികളുണ്ട്. അതിലൊരു സിപ്പുറത്ത് വരുമ്പോഴാണ് ബുള്ളറ്റിൽ റൈഫിൾ മാർക്സ് ഉണ്ടാവുന്നത്. ഓരോ തോക്കിന്റെയും റൈഫിൾ മാർക്സ് വ്യത്യസ്തമായിരിക്കും, മനുഷ്യരുടെ ഫിംഗർ പ്രിന്റ് പോലെ. അതുകൊണ്ടൊരു വെടിയുണ്ട കിട്ടിയാൽ അത് ഏത് തോക്കിൽ നിന്നാണ് ഫയർ ചെയ്തതെന്ന് കൃത്യമായി പറയാൻ പറ്റും. അതെ, രാത്രി ഫ്രണ്ട്സിന്റെ അടുത്ത് പോകാണ്ട് നേരത്തെ വരണം. പപ്പയും മമ്മി ഡിന്നറിന് വരുന്നുണ്ട്. ശരി ശരി. മറക്കരുത്. ഇല്ല, വരാം. മീര, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അത്ര എളുപ്പമാവില്ല. ആഹാരമൊക്കെ ഒരു സമയത്തായിരിക്കും. എനിക്കത് ശീലമായി. ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞാൽ പൂച്ചയെ പോലെ ക്യൂരിയസ് ആയിരിക്കണം, വേട്ടപ്പട്ടിയെ പോലെ ഫെറോഷ്യസ് ആയിരിക്കണം, കത്തിമുന പോലെ ഷാർപ്പായിരിക്കണം. എന്ന് വെച്ചാൽ ഉറങ്ങുമ്പോൾ പോലും ഒരു കണ്ണ് തുറന്നിരിക്കണം. മീര ഈശ്വര വിശ്വാസിയാണോ? അതെ. പ്രാർത്ഥിക്കാറുണ്ടോ? ഉവ്വ്. എന്താ പ്രാർത്ഥിക്കാറ്? ഗോഡ് മേക്ക് മീ കറേജിയസ്. പോലീസുകാരിക്ക് പറ്റിയ പ്രാർത്ഥന. എന്ന് വെച്ച് ദൈവം നമ്മെ ചുമ്മാതങ്ങ് കറേജിയസ് ആക്കൂല. പിന്നെ പകരം കറേജിയസ് ആവാനുള്ള അവസരം തരും. അതാ ദൈവത്തിൻ്റെ ഒരു രീതി. നമ്മൾ വേണം അവസരം ഉപയോഗപ്പെടുത്തി കറേജിയസ് ആവാൻ. സർ. മീര, ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസ്. ഓക്കെ. ഗെറ്റ് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ സർ. സാറിനും IAS ഉണ്ടായിരുന്നല്ലോ, പിന്നെന്താ IPS എടുത്തേ? വളരെ പാവപ്പെട്ടവരായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും. എല്ലായിടത്തും ഒരുപാട് അനീതി സഹിച്ചാണ് ഞങ്ങൾ വളർന്നത്. അന്നു മുതലുള്ള ആഗ്രഹമാണ് എല്ലാവർക്കും നീതി കിട്ടുന്ന ഒരു ലോകം. നമ്മളൊരാൾ വിചാരിച്ചാ ലോകം നന്നാവുമോ? അതൊക്കെ ഗട്ട്സ് ഇല്ലാത്തവർ പറയുന്ന ഓരോ ന്യായങ്ങളാണ്. ഞാൻ ഒരാൾ നന്നായ ഈ ലോകം അത്രയും നന്നായെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. നീതി നടപ്പാക്കാൻ നമ്മൾ രാജാവോ ജഡ്ജിയോ ഒന്നും ആവണ്ട. ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി ചെറുതാണെങ്കിലും ഒരു നീതി നടപ്പാക്കിയാൽ മതി, അല്ലെങ്കിൽ അതിന് സഹായിച്ചാൽ മതി. വി ക്യാൻ ചേഞ്ച് ദ വേൾഡ്. അതിന് IPSനേക്കാളും നല്ലത് IAS അല്ലേ? നോ, ഐ തിങ്ക് ദ അതർ വേ. ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടത് എന്താണെന്നറിയോ? ആഹാരമോ പണമൊന്നുമല്ല, നീതി. ഏത് കുറ്റകൃത്യത്തിൻ്റെയും ഉത്ഭവം ഒരു അനീതിയിൽ നിന്നായിരിക്കും. നീതി നിഷേധിക്കപ്പെട്ടവൻ്റെ പ്രതികരണമാണ് ഓരോ കുറ്റകൃത്യവും. ഇപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ട കേസാണെന്നിരിക്കട്ടെ, കൊല്ലപ്പെട്ടവൻ ആർക്കാണ് നീതി നിഷേധിച്ചെന്ന് അന്വേഷിച്ചാൽ മതി, പ്രതിയെ കിട്ടും.